ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 45-ാം വാക്യം. അവൻ വന്ന ഉടനെ അടുത്തിയെന്ന് റബ്ബി എന്ന് പറഞ്ഞ് അവനെ ചുംബിച്ചു. നമ്മുടെ കർത്താവിനെ ഇസ്കറിയാത്ത യൂദ ചുംബിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഗെത്സമനയിലെ പ്രാർത്ഥന കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ആ കെദ്രോൻ തോട്ട് ഇങ്ങനെ കടക്കാൻ തുടങ്ങുമ്പോൾ അന്ധകാരത്തിൻ്റെ മറവിൽ നിന്ന് യേശു തമ്പുരാൻ ഒരു സ്വരം കേൾക്കുകയാണ്, ഗുരു നിനക്ക് വന്ദനം. ആ സ്വരം യേശു തമ്പുരാൻ തിരിച്ചറിയുന്നുണ്ട്, അത് ഇസ്കറിയാത്ത യൂദായുടെയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ആലിംഗനം ചെയ്യാൻ വരുന്ന യൂദയാണ് കാണുന്നത്. ആലിംഗനം ചെയ്തില്ല, അതിനു മുമ്പ് തന്നെ യൂദായുടെ പിന്നിൽ ഒളിച്ചിരുന്ന പടയാളികൾ യേശുവിൻ്റെ മേൽ ചാടി വീണിട്ട് യേശുവിനെ ബന്ധനസ്ഥനാക്കിയാണ്. അപ്പോൾ യേശു തമ്പുരാൻ പറയുന്നൊരു വാക്കുണ്ട്, സ്നേഹിത, നിൻ്റെ ഗുരുവിനെ നീ ഒറ്റുകൊടുക്കുന്നത് ചുംബനം കൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഭാവം നടിക്കാതെ ഈ യൂദ വീണ്ടും വീണ്ടും കർത്താവിനെ ചുംബിക്കുകയാണ്. ഗുരു നിനക്ക് വന്ദനം, ഗുരു നിനക്ക് വന്ദനം എന്ന് പറഞ്ഞ് അത് സ്നേഹിച്ച് കൊല്ലുകയാണ്. അത് നമ്മുടെ കൂടത്തായിൽ ആ ജോളി എന്ന സ്ത്രീ തൻ്റെ കുടുംബാംഗങ്ങളെയൊക്കെ സ്നേഹിച്ച് കൊന്നതുപോലെ സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അതിനൊന്നുകൂടെ രുചി വരുത്തുവാനായിട്ട് സയനൈഡ് എന്ന രുചിക്കൂട്ട് ഇട്ടിട്ട് ഒന്നുകൂടെ രുചി വരുത്തി സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത ഓരോ കുടുംബാംഗങ്ങളെയും ആ സ്നേഹിച്ച് കൊല്ലുന്നത് പോലെ. അല്ലെങ്കിൽ ഗ്രീഷ്മ എന്ന പെൺകുട്ടി തൻ്റെ പ്രിയതമനായ ഷാരോന്, അവന് പനിയാണ്, ചുമയാണ്, അലർജിയാണ്, അവൻ്റെ അലർജി മാറ്റാനായിട്ട് നല്ല സ്വാദിഷ്ടമായ അരിഷ്ടം ഉണ്ടാക്കി കൊടുത്ത് സ്നേഹിച്ച് കൊന്നതുപോലെ. അല്ലെങ്കിൽ അഫാൻ എന്ന ചെറുപ്പക്കാരൻ തൻ്റെ പ്രിയതമയെ സ്നേഹിച്ച് കൊന്നതുപോലെ, അല്ലെങ്കിൽ കുടുംബങ്ങളെയൊക്കെ സ്നേഹിച്ച് കൊന്നതുപോലെ തൻ്റെ കുഞ്ഞനുജന് ബിരിയാണി വാങ്ങിച്ചു കൊടുത്ത് സ്നേഹിച്ച് ഒരു ചുറ്റിക കൊണ്ട് ഇങ്ങനെ തലോടി കൊന്നതുപോലെ ഇതാ യൂദ തൻ്റെ ഗുരുവിനെ സ്നേഹിച്ച് കൊല്ലുകയാണ്. തൻ്റെ ഗുരു, അതായത് യേശു തമ്പുരാൻ ആ ശിഷ്യഗണത്തിൻ്റെ മൊത്തം ട്രസ്റ്റി അല്ലെങ്കിൽ ട്രഷററായിരുന്നു ഈ യൂദ. തൻ്റെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ നോക്കിയിരുന്ന യൂദ. ആ കുർബാന സമയത്ത് ആദ്യമേ നിന്ന് കുർബാന അപ്പം കൊടുക്കുന്നത് യൂദയ്ക്കാണ്. ആ യൂദ അത് ഭക്ഷിച്ചുകൊണ്ടിതാ വന്ന് യേശു തമ്പുരാനെ സ്നേഹിച്ച് കൊല്ലുകയാണ്. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഇതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതയാത്രയിൽ ചതിക്കുഴികൾ, ഈ യൂദായെപ്പോലുള്ള വഞ്ചകരായ ചതിക്കുഴികൾ പതിയിരിപ്പുണ്ട്. ആ ചതിക്കുഴിയിൽ വീഴാതെയും നാം തന്നെ മറ്റുള്ളവർക്കൊരു വഞ്ചകനാകാതെ, ഒരു ചതിക്കുഴിയാകാതെ ദൈവത്തോട് ചേർന്ന് ശ്രേഷ്ഠമായ ജീവിതം നയിപ്പാൻ, അങ്ങനെയുള്ളൊരു ആത്മീയത്തെ വളരുവാൻ ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതയാത്രയുടെ വഴികളിൽ ഇതുപോലുള്ള ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴികളിൽ വീഴാതെയും നമ്മൾ തന്നെ മറ്റുള്ളവർക്കൊരു ചതിക്കുഴിയാകാതെയും നമ്മൾ അങ്ങനെയുള്ളൊരു ദൈവീയമായ അനുഭവത്തിൽ വളരുവാൻ തക്കവണ്ണം കഴിയും. ഒരുപക്ഷെ അങ്ങനെ ആയില്ല എങ്കിൽ, ഈ നമ്മളൊരു ആർക്കെങ്കിലും വഞ്ചകനോ ഒരു ചതിക്കുഴിയോ ആയിക്കഴിഞ്ഞാൽ എന്താ ആകുന്നതെന്നുണ്ട്, നമ്മുടെ ആ ഒരു അവസ്ഥ എന്താണെന്നുകൂടെ ഈ ഭാഗം നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇന്ന് ഈ ചതിക്കുഴി കാണിച്ച ജോലി ഇന്നെവിടെയാണ്, അഫാൻ ഇന്നെവിടെയാണ്, ഈ ഗ്രീഷ്മ ഇന്നെവിടെയാണ്? ഇവരെല്ലാം അന്ധകാരത്തിൻ്റെ മറവിൽ ജയിലറയ്ക്കുള്ളിൽ, അഴികൾക്കുള്ളിലാണ്. ഈ സമാധാനമില്ലാതെ കഴിയുകയാണ്. അഫാൻ തന്നെ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തി വെന്റിലേറ്ററിലായിരുന്നു. അപ്പം അങ്ങനെ ഒരു സമാധാനമില്ലാത്ത വഴിയായിരിക്കും നമ്മളൊരു വഞ്ചകനായാൽ ആരെയും ചതിക്കുഴിയിൽ ചാടിച്ചു കഴിഞ്ഞാൽ. ഈ യൂദായെ തന്നെ എടുക്കണം. യൂദ അവൻ കരുതി ഈ 30 വെള്ളിക്കാശ് കൊണ്ട് അവനെല്ലാം നേടാമെന്ന് കരുതി. അവന് ആ 30 വെള്ളിക്കാശിൽ ഒരു ചില്ലിക്കാശ് പോലും അവന് ഉപകരിച്ചില്ലെന്ന് മാത്രമല്ല, പ്രയോജനപ്പെട്ടില്ലെന്ന് മാത്രമല്ല, അവന് സമാധാനം തേടി ആശ്വാസമില്ലാതെ ഓരോ വാതിലുകളും ആശ്വാസം തേടി മുട്ടുകയാണ്. ഓരോ വാതിലുകളും ഇങ്ങനെ മൂടിയടയ്ക്കുമ്പോൾ ഒരു ഗതികിട്ട പ്രേതമായി, ഒരു അനാഥ പ്രേതമായി ഇങ്ങനെ ഗതികിട്ട പ്രേതമായി ഇങ്ങനെ അലയുമ്പോൾ അവൻ ആശ്വാസം കണ്ടെത്തുന്നത് ഒരു തുണ്ട് കയറിലാണ്. ആ കയറ് പോലും അവൻ ആശ്വാസം കൊടുത്തില്ല എന്നുള്ളതാണ്. ആ കയറിൽ അവൻ തൂങ്ങുമ്പോൾ ആ കയറ് പൊട്ടി
അവൻ താഴെ തലകീഴായി വീണ് അവൻ്റെ കുടലും പണ്ടമെല്ലാം വെളിയിൽ ചാടി ഒരു ബീഭത്സ രൂപമായി ആരും കണ്ടാൽ അറയ്ക്കുന്ന ഒരു അനാഥ പ്രേതമായി കിടക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇതായിരിക്കും ഈ വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ ചതിക്കുഴികളുണ്ട്. ആ ചതിക്കുഴിയിൽ വീഴാതെ നാം നമ്മെ തന്നെ ദൈവത്തോട് ചേർന്ന് നടക്കുകയും നമ്മൾ ആർക്കും ഒരു ചതിക്കുഴിയാകാതെ ജീവിക്കുകയും വേണം. ഒരുപക്ഷെങ്കിൽ ചതിക്കുഴി ആയിക്കഴിഞ്ഞാൽ ഒരുപക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഒരു അന്ത്യത്തിന് സാധ്യതയോടെ ഉണ്ടെന്ന് ഈ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ആരെയും ചതിക്കാതെ ആരെയും വഞ്ചിക്കാതെ ദൈവത്തോട് ചേർന്ന് നല്ലൊരു ആത്മീയ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.